ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വാൾ മൗണ്ട് ആക്സസ് പോയിൻറ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇതൊരു ഫേസ് പ്ലേറ്റ് പോലെ ആയിരിക്കും കാണുന്നത്. അതായത് ടെക്നീഷ്യന്മാർക്ക് അറിയാം, നോർമലി നമ്മൾ ആ ഒരു എതർനെറ്റ് കേബിൾ ടെർമിനേറ്റ് ചെയ്യുന്ന സ്ഥലത്തെ ആ ഒരു ഐ ഒ ബോക്സ് വെക്കുന്നിടത്തുള്ള ആ ഒരു ടെർമിനേഷൻ ആ ഒരു ഫേസ് പ്ലേറ്റ് ആയിട്ടായിരിക്കും തോന്നുന്നത്. എന്നാൽ ഇതൊരു ആക്സസ് പോയിൻ്റ് ആണത്. ഇതാണ് വാൾ മൗണ്ട് അല്ലെങ്കിൽ വാൾ പ്ലേറ്റ് ആക്സസ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ആക്സസ് പോയിൻറ്റുകൾ വളരെ ഗുണമുള്ള ഒന്നാണ്. ഇത് കണ്ട ഒരു ആക്സസ് പോയിൻ്റ് ആണെന്ന് തോന്നില്ല. ഇത് ആക്ച്വലി പുതിയ പ്രോഡക്റ്റ് അല്ല, ഒരുപാട് നാളായി ഇത് ഇറങ്ങിയിട്ട്. പക്ഷേ പലർക്കും ഇത് അറിയില്ല ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്. അപ്പോൾ ടെക്നീഷ്യന്മാർക്കുള്ള വീഡിയോ ആണിത്. അപ്പോൾ ടെക്നീഷ്യന്മാർ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ഈ ഒരു സാധനം വളരെ നല്ലൊരു സാധനമാണ്, ഈ ഒരു വാൾ പ്ലേറ്റ് ആക്സസ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിലും നമ്മൾ നോർമലി ആ ഒരു ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലത്തെ ആ ഒരു ഐ ഒ ബോക്സ്, ഒരു ഫേസ് പ്ലേറ്റും ബാക്ക് ബോക്സും ഒക്കെ വെച്ചിട്ട് ഐ ഒ ഒക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ആ ഒരു ജാക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ബോക്സ് ഉണ്ടാവും. ലാൻ കണക്ട് ചെയ്തോടത്തെല്ലാം ആ ഒരു ബോക്സ് ഉണ്ടാവും. അതുപോലത്തെ ഒരു സ്ഥലത്ത് നമുക്ക് ഇത് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെ വയ്ക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ അത് നോക്കാം. അതായത് നമുക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഒരു 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 നിങ്ങളിപ്പോൾ ഒരു കസ്റ്റമർ സൈറ്റിൽ പോയിക്കാണ്, സൈറ്റിൽ എല്ലാം ലാൻ കേബിൾ വലിച്ചിട്ടാണ് അവർ കണക്ഷൻ കൊടുത്തേക്കുന്നത് നോക്കാം. അതായത് എല്ലായിടത്തും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, CCTV ഉണ്ട്. അപ്പോൾ അവിടെ POE സ്വിച്ച് ഓൾറെഡി ഉണ്ടെന്ന് വെച്ചോ, POE സ്വിച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ POE സ്വിച്ചിൽ നിന്നാണ് ക്യാമറകളൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ വീടുകളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്കത് കിട്ടുന്നില്ല, അതായത് ആ കണക്ഷൻ കിട്ടുന്നില്ല, അതായത് വൈഫൈ റേഞ്ച് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കൂടുതൽ ആ റൂമിൽ വേണം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യാം? നോർമലി നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു റൗട്ടർ വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ആക്സസ് പോയിന്റ് സെറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് ആ ഒരു ലാൻ ചെയ്തേക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ ശ്രദ്ധിക്കുക, ലാൻ കേബിളിങ് ചെയ്തേക്കുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ IO ബോക്സ് ഉള്ള സ്ഥലമാണെങ്കിൽ, ഫേസ് പ്ലേറ്റ് ഉള്ള സ്ഥലമാണെങ്കിൽ അവിടെ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന ഒന്നാണ് ഇതുപോലത്തെ വാൾ മൗണ്ട് ആക്സസ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതിന് പുറകിൽ ഒരു എതർനെറ്റ് പോർട്ട് ഉണ്ടാവും. അതായത് നമ്മൾ ആ ഒരു ബാക്ക് ബോക്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഇത് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഫേസ് പ്ലേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ആ ഒരു ലാൻ കേബിൾ, ഇപ്പോൾ എന്തായാലും ആ ഒരു ബോക്സിൽ ഒരു ലാൻ കേബിൾ വന്ന് കിടപ്പുണ്ടാവില്ല. ഒരു IO ബോക്സിൻ്റെ സ്ഥലത്ത് ഒരു ലാൻ കേബിൾ നമ്മൾ ചുരുട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കേബിൾ ഇവിടെ കണക്ട് ചെയ്യുക. ഇതിന് വേറെ അഡാപ്റ്റർ ഇല്ല. ഇത് POE ഉപയോഗിച്ച്, അതായത് പവർ ഓവർ എതർനെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എല്ലാം POE ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന കേബിൾ ഇവിടെ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ ആ റാക്കിൻ്റെ എൻഡിൽ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ആ കേബിൾ വന്നിട്ടുണ്ടാവും. ആ കേബിൾ നേരെ ആ POE സ്വിച്ചിലോട്ട് കൊടുക്കുക. POE സ്വിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് തന്നെ ഈ ഒരു ആക്സസ് പോയിന്റ് ആക്സസ് പോയിന്റ് ആക്ടിവേറ്റ് ആകുകയും ഇതിന് ഓൾറെഡി ലൈറ്റ് കത്തുകയും നമുക്കത് കോൺഫിഗറേഷൻ ചെയ്ത് ഉപയോഗിക്കാം. അതായത് TP-Linkൻ്റെ നോർമലി ആക്സസ് പോയിന്റ് ചെയ്യുന്ന പോലെ തന്നെ ഒമേയുടെ ആപ്ലിക്കേഷനിൽ തന്നെ ആക്സസ് പോയിന്റ് ചെയ്ത് സിംഗിൾ ബാൻഡും ഉണ്ട്, ഡുവൽ ബാൻഡും ഉണ്ട്, സ്പീഡ് കൂടിയതും ഉണ്ട്, സ്പീഡ് കുറഞ്ഞതും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പെയറിംഗ് ഉൾപ്പെടെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ കോൺഫിഗറേഷൻ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ചാനലിലുണ്ട് അത്. അപ്പോൾ നോക്കുക ഇതിൻ്റെ എങ്ങനെയാണ് കോൺഫിഗറേഷൻ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്ന അടുത്ത ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളവിടെ ആ ഒരു POE സ്വിച്ചിലോട്ട് കൊടുത്താൽ മതി. അതായത് ഓൾറെഡി ഇൻ്റർനെറ്റുള്ള ബ്രോഡ്ബാൻഡ് കണക്ഷൻ കൊടുത്തിട്ടുള്ള ഒരു POE സ്വിച്ച് ആയിരിക്കുമല്ലോ അത്. ആ സ്വിച്ചിൽ നിന്ന് ഒരു കേബിൾ നേരെ ഇതിനകത്ത് കണക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു IO വെക്കുന്ന അതേ സ്പോട്ടിൽ തന്നെ ഈ ഒരു ആക്സസ് പോയിന്റ് അവിടെ വെക്കാം. വേറെ പ്രത്യേകിച്ച് വയർ വലിക്കേണ്ടതോ അല്ലെങ്കിൽ റൗട്ടർ വെച്ച് വെക്കേണ്ടതോ അല്ലെങ്കിൽ അതിന് വേണ്ടി അഡീഷണൽ ലൈൻ എടുക്കണം, അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. ഈ ഒരു വയർലെസ് ആക്സസ് പോയിന്റ് വളരെ ഉപകാരപ്പെട്ട ഒന്നാണ്. പക്ഷേ ഇത് പലർക്കും അറിയില്ല. ഈ ഒരു വയർലെസ് ആക്സസ് പോയിന്റ് എന്നല്ല, ഇതൊരു വാൾ പ്ലേറ്റ് ആക്സസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പലർക്കും അറിയില്ല ഇങ്ങനത്തെ ഒരു വാൾ പ്ലേറ്റ് ആക്സസ് പോയിന്റ് ഉള്ള കാര്യം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇങ്ങനത്തെ പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു റിക്വയർമെൻറ്റ് വന്നേക്കാം. അപ്പോൾ ഇത് ഈ ഒരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആകെയുള്ളൊരു റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞതിന് POE സ്വിച്ച് വേണം എന്നുള്ളതാണ്. POE സ്വിച്ച് എന്തായാലും ഉള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് റിക്വയർമെൻറ്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഈ ലാനൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ POE സ്വിച്ചസ് ഉണ്ടാവും, അല്ലെങ്കിൽ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പല കാര്യത്തിന് വേണ്ടിയിട്ടോ ഈ ഒരു POE സ്വിച്ചസ് ഉണ്ടാവും. അപ്പോൾ ആ POE സ്വിച്ചിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ കണക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഇഞ്ചക്ടറുകൾ വേണമെങ്കിലും ഉപയോഗിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും, ഒരു കണക്ഷൻ കൊടുക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ TV, ഇപ്പം നമ്മുടെ ഇപ്പോൾ ഒരു ഹോളിൽ, അതായത് ആ വീട്ടിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു വീടാണെങ്കിൽ ആ ഒരു സൈറ്റിൽ തന്നെ ഒരു TV വെച്ചേക്കുന്ന സ്ഥലം നോക്കി. അപ്പോൾ TV എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്? TV വൈഫൈയിലൂടെ ആയിരിക്കാം ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തേക്കുന്നത്. പക്ഷേ നമുക്കറിയാം വൈഫൈയിലൂടെ കണക്ട് ചെയ്യുന്നതിനേക്കാളും സ്പീഡ് കൂടുതൽ എന്തിൽ കിട്ടും? ത്രൂ ലാൻ പോർട്ട് കൂടി കിട്ടും, ലാൻ വഴി കിട്ടും. അപ്പോൾ ഇതുപോലൊരു വാൾ പ്ലേറ്റ് ആക്സസ് പോയിന്റ് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ TV എന്നുള്ള കണക്ഷൻ, അതായത് ആ TV എന്നുള്ള എതർനെറ്റ് കേബിൾ നേരെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് അറിയാമോ? കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഈ ഒരു എതർനെറ്റ് വഴി ഔട്ടാണിത്. അതായത് ഇതിൻ്റെ പുറകിലാണ് വന്നെങ്കിൽ ഇത് ഔട്ടാണ്. ഇതിൽ കൂടി നമ്മൾ നേരെ ആ കേബിൾ ആ TVയിലോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും സ്പീഡിൽ നമുക്ക് ആ TV ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇനി TV അല്ല, ഇനി ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ എന്തെങ്കിലും കൊടുക്കണമെങ്കിലും ഇവിടെ നിന്ന് ഔട്ട് ഉണ്ട്, അവിടെ നിന്ന് നേരെ എടുത്ത് നമുക്ക് കണക്ട് ഉപയോഗിക്കും. ഈ പറഞ്ഞ റൂമിലാണ് വയ്ക്കുന്നതെങ്കിലും ആ റൂമിൽ നമ്മൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുകയാണെങ്കിലും ഇതിനകത്ത് നിന്ന് ഒരു ഔട്ട് എടുത്ത് ലാനായിട്ട് ഉപയോഗിക്കാം. പ്ലസ് വൈഫൈ കണക്ടിവിറ്റി ഉണ്ടാവും. അതായത്
ഒരു റൗട്ടർ എന്തൊക്കെ ചെയ്യുന്നു ആ റൗട്ടർ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു വൈഫൈയുടെ കവറേജ് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യും. സെയിം ടൈം ലാൻ ഉപയോഗിച്ച് ടി വിയിലോട്ടോ കമ്പ്യൂട്ടറിലോട്ടോ മറ്റോ കണക്ട് ചെയ്യാനൊക്കെ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് വളരെ ഉപകാരപ്പെട്ട ഒന്നാണ്. അതൊരു PoE സ്വിച്ച് ഉണ്ട്, ഈ ഒരു വയർ വലിച്ചിട്ടേക്കുന്ന സ്ഥലമാണ്, ഒരു ബോക്സ് വെച്ചേക്കുന്ന ലാൻ കേബിൾ വലിക്കാൻ നേരത്തെ ഒരു IO ബോക്സ് വെച്ചിരിക്കുന്ന സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഈ ഒരു ഫേസ് പ്ലേറ്റ് പോലത്തെ ഈ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാൾ മൗണ്ട് ഫേസ് പ്ലേറ്റ് ആക്സസ് പോയിൻറ്റ്, ഈ ഒരു ആക്സസ് പോയിൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടും. ഇത് വളരെ ഉപകാരപ്പെട്ടൊരു പ്രൊഡക്റ്റാണ്. അധികം പേർക്ക് അറിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. തീർച്ചയായിട്ടും നിങ്ങൾ ടെക്നീഷ്യൻ ആണെങ്കിൽ ഈ ഒരു ആക്സസ് പോയിന്റിനെ കുറിച്ച്, ഈ ഒരു വാൾ പ്ലേറ്റ് ആക്സസ് പോയിന്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഇതിൻ്റെ കോൺഫിഗറേഷൻ വീഡിയോ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.